ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാത്രിയത്തെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ രാത്രി എടുത്തു വെച്ചൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് അനീഷേട്ടൻ പറഞ്ഞ് കുറച്ച് നെയ്ച്ചോറ് കൂടി ഉണ്ടാക്കാമെന്ന്. കാരണം നമ്മുടെ അന്ന് വിരുന്നാരൊക്കെ വന്ന അന്ന് വാങ്ങിയ കുറച്ച് അരി ബാക്കി ഉണ്ടായിട്ടവിടെ. അപ്പോൾ അതുകൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അനീഷേട്ടൻ അതിൻ്റെ ഒരു പണിയിലാണേ. അപ്പം ഞാൻ ചിക്കനിലേക്കുള്ള ഉള്ളി അരിഞ്ഞെടുക്കുകയാണ്. അനീഷേട്ടൻ നെയ്ച്ചോറിലേക്കുള്ള ക്യാരറ്റ് അരിഞ്ഞെടുക്കുകയാണ്. ഉള്ളിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ പണി എടുക്കേണ്ട ഒരു സൈഡിൽ കൂടി അനീഷേട്ടൻ്റെ പണി എടുക്കുന്നുണ്ട് കേട്ടോ. അബി അപ്പം പഴമൊക്കെ തിന്നങ്ങനെ നടക്കുകയാണ്. ഞങ്ങളെ വീട്ടിലൊരു ചെറിയ വാഴക്കൊല പഴുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പഴമൊക്കെ എടുത്ത് തിന്നിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ പോയതാണ്. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു ഇനി ഏതായാലും ചോറ് വെക്കണ്ട, ഇതെന്തായാലും നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ ഞാനത് വെച്ച് തരാമെന്ന്. കാരണം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുകയാണെങ്കിൽ അനീഷേട്ടൻ തന്നെ വെക്കണം കേട്ടോ. എനിക്കത് വലിയൊരു പിടുത്തമില്ല, കാരണം ഞാൻ അതിന് ശ്രമിച്ചിട്ടില്ല. വെച്ച് തരാൻ ഒരാളുണ്ടാകുമ്പോൾ പിന്നെ നമ്മൾ അതിന് വല്ലാതെ അങ്ങോട്ട് ശ്രമിക്കൂലല്ലോ. അതുകൊണ്ട് അനീഷേട്ടനാണ് ആ വിധ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരൽ. അപ്പോൾ അബിക്കും ഭയങ്കര സന്തോഷമായിട്ടോ രാത്രിയിൽ നെയ്ച്ചോറാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്. കാരണം മക്കൾക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ കുറേ ഹെൽപ്പ് ചെയ്തൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓന് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഓൻ നല്ലോണം ഹെൽപ്പൊക്കെ ചെയ്തു തരും. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഓരോ പണിയിലാണ്. അപ്പോൾ അനീഷേട്ടൻ ബാക്കി എന്താ പറയുക സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചതിൻ്റെ ശേഷം എന്തോ ഒന്ന് എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ അത് ഇനി അണ്ടിയും മുന്തിരിയും ഒക്കെ വറുക്കണം. അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടിയൊക്കെ വെച്ചിന് കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കാനൊക്കെ ഉണ്ട്, അരി കഴുകി വെക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ തകൃതിയായ പണിയിലാണ്. അപ്പോൾ അണ്ടിയും മുന്തിരിയൊക്കെ വറുക്കാൻ വേണ്ടിയിട്ട് അനീഷേട്ടൻ നിന്ന് ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളും റെഡിയാക്കാൻ വേണ്ടി നിന്ന് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായി അതൊക്കെ ഒന്ന് കഴുകി വെച്ച് അങ്ങനെ ചില്ലറ പണികളൊക്കെ നടക്കുക കേട്ടോ. എന്തായാലും 8 മണീൻ്റെ മുന്നേ നമുക്ക് ഫുഡ് ഇവിടെ റെഡി ആവണം. 8 മണിയായാലും നമ്മൾ ലൈവ് ആരംഭിക്കാനുള്ള സമയമാവും. അപ്പോഴേക്കും അടുക്കളപ്പണി മുഴുവൻ തീർക്കണം. അതാണ് കേട്ടോ ഏറ്റവും തിരക്ക് പിടിച്ച് എല്ലാം ചെയ്യണത്. അപ്പം അബീനെ ഞാൻ ക്യാമറ അങ്ങോട്ട് ഏൽപ്പിച്ച് അബിയാണ് ഇപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ അച്ഛൻ അണ്ടിയും മുന്തിരിയൊക്കെ ഇത് നെയ്യിൽ വറുത്തെടുക്കണത് ആൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും പെട്ടെന്ന് കറിയിലേക്കൊക്കെ കിടക്കുക. അപ്പോഴേക്കും നെയ്ച്ചോറ് വയ്ക്കാനുള്ള അരിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. കഴുകി വെക്കാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം നമ്മളത് വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ ശേഷമാണ് കഴുകാനെടുക്കുക. പിന്നെ ഉള്ളി മൂപ്പിച്ചതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് 1-2 പേർക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്നൊക്കെ ഇന്നലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ആൾക്കാർ പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണണം കേട്ടോ. അപ്പോൾ അങ്ങനെ കറിക്കുള്ള മസാലകളും എല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി കരിയാണ് കേട്ടോ. 2 തക്കാളി എടുത്തണ്. കുറച്ച് ഇറച്ചിയേ ഉള്ളൂ, എന്നാലും കറി കുറച്ച് ഗ്രേവി വേണ്ടേ, അതുകൊണ്ട് കുറച്ച് തക്കാളി ഉള്ളിയും കൂടുതൽ എടുത്തണ് കേട്ടോ. അപ്പോൾ അരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ ശേഷം അനീഷേട്ടൻ അരി ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മളെ പുറത്തെ കൂട്ടിൽ റോക്കിയമ്മ ഇങ്ങനെ സവാരി നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനീഷേട്ടൻ്റെ പണി കഴിഞ്ഞ് അടുപ്പൊന്ന് ഒഴിഞ്ഞിട്ട് വേണം എനിക്ക് കറി വെക്കാനായിട്ട്. ഗ്യാസുമ്മൽ വെക്കണ്ട, അടുപ്പത്ത് തന്നെ വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റാക്കി അടുക്കളേൻ്റെ സൈഡിൽ വെച്ചണ്. നമ്മൾ പാപ്പമോൾ അടുക്കളയിലേക്ക് നോക്കി കിടക്കുകയാണ് കേട്ടോ. എവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ നായക്കുട്ടിക്ക് വന്നിന്. അപ്പോൾ ഓളതൊക്കെ നോക്കി കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ ചിക്കൻ ഒന്ന് കഴുകിയെടുക്കട്ടെ. ബ്രോയിലറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ലഗോൺ ഇപ്പോൾ വെച്ചാൽ വെന്ത് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അപ്പം ചേട്ടൻ ബ്രോയിലറാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. വല്ലാതെ വേസ്റ്റും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ലൊരു പീസ് നോക്കി വാങ്ങിയതുകൊണ്ട് വലിയ വേസ്റ്റൊന്നും കളയാനായിട്ടില്ല. അപ്പോൾ ഞാനത് നല്ലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടനോട് വേണ്ട സാധനങ്ങളൊക്കെ എവിടേക്കാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. കാരണം അവർക്ക് വല്ലാതെ ഒരു പിടുത്തല്ലല്ലോ എവിടേക്കാണ് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഓരോ സാധനങ്ങളും ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണേ, അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെ. അങ്ങനെ നമ്മളെ നെയ്ച്ചോറിനുള്ള വെള്ളമൊക്കെ ഞാൻ നേരത്തെ വെച്ചെന്ന് പറഞ്ഞല്ലോ. ആ വെള്ളം ഒന്ന് റെഡിയായി തള വന്നപ്പോൾ അനീഷേട്ടൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് സെറ്റാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സൂപ്പറാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകി വെച്ചിന്. പിന്നെ വീണ്ടും നോക്കി വെള്ളം എങ്ങനെയെന്ന് തിളച്ച് വരണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അരി ഇട്ടിട്ട് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതിലിട്ടിട്ട് വെള്ളം വറ്റിച്ചെടുക്കും. നമ്മുടെ അരിക്കുള്ള അളവിൻ്റെ അതേ ആ ഒരു രീതിയിൽ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് നമ്മളത് വറ്റിച്ചെടുക്കുക ചെയ്യാം. അപ്പം ചേട്ടൻ വെള്ളം നല്ലോണം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടോ.
ഇതിലേക്ക് നല്ലോണം അരിയിട്ട് ഇളക്കി അടി പിടിക്കാതെ ഒന്ന് ഇളക്കിയെടുക്കണം. എന്നിട്ട് അതിന് ശേഷം നല്ല ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. നല്ലൊരു അടിപൊളി നെയ്ച്ചോറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് അരിയൊക്കെ ഇട്ട് കൊടുത്ത് രാത്രിയത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ലേശം ഒരു ക്ലാരിറ്റി കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കൂട്ടുകാരെ അങ്ങോട്ട് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തോന്നിയതാണ് ഇന്ന് രാത്രിയത്തെ പാചകം വീഡിയോ ആയിട്ട് എടുത്താൽ എന്താന്ന്. അതാണ് ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം പെട്ടെന്ന് തോന്നുന്ന ഐഡിയകൾ നമ്മൾ പ്രവർത്തിപ്പിക്കണമല്ലോ. അപ്പോൾ ഇന്ന് ആ വീഡിയോ എടുത്ത് വെച്ചാൽ ഇന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു പെട്ടെന്നുള്ളൊരു വീഡിയോ എടുക്കൽ. അങ്ങനെ നെയ്ച്ചോറ് ഇതാ അരിയൊക്കെ ഇട്ട് ഞാൻ വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കണോണ്ട് കേട്ടോ. അപ്പം വെള്ളത്തിൽ കിടന്ന് അരി വേവൽ തുടങ്ങിയിന്. അപ്പോൾ ഇനി അത് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ആയാൽ വെള്ളം വറ്റി വരും കേട്ടോ. അപ്പം വേവും ചെയ്യും, വെള്ളം വറ്റുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം റെഡിയായി എന്ന് തന്നെ പറയാം. വെള്ളമൊക്കെ വറ്റി ഒന്നുമേലൊന്ന് തൊടാതെയുള്ള അടിപൊളി നെയ്ച്ചോറ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഇതാ അനീഷേട്ടൻ ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഇളക്കി അത്യാവശ്യം വെള്ളമൊക്കെ പോയി. ആ വെള്ളം പോയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അതൊന്ന് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് അതിലേക്ക് ഒരു വെയിറ്റ് വെച്ച് കൊടുക്കണം. വെയിറ്റ് വെച്ചിട്ട് കുറച്ചും കൂടി തീയൊന്ന് കത്തിക്കണം. തീയൊന്ന് കത്തിച്ചാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ആവി നിറയാനായിട്ടാണ് അങ്ങനെ തീ കത്തിക്കുന്നത്. ഞങ്ങളങ്ങനെയാണ് ചെയ്യാറ്. പലരും പല വിധത്തിലും ചെയ്യുമെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയയാണ് ഞങ്ങൾ ചെയ്യൽ. ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഇങ്ങനെ തന്നെയാട്ടോ ചെയ്യൽ. അപ്പോൾ അതിനുശേഷം കുറച്ച് ഓലക്കൊടി ഇട്ടൊന്ന് കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടി ആവി കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ആവിയിൽ കിടന്നൊന്ന് നല്ലോണം വേവാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റായി. എനിക്ക് കറി വെക്കാഞ്ഞിട്ട് തിരക്കായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 8 മണിയാകുമ്പോഴേക്കും നമ്മളെ പണി കഴിയണമല്ലോ. അപ്പോഴേക്കും എനിക്ക് കറി വെക്കാനുള്ള തിരക്കായി. പഞ്ചേട്ടൻ പറഞ്ഞു ഇന്ന് കറി വെച്ചോ, ഞാനിത് മാറ്റിത്തരാമെന്ന് പറഞ്ഞ് പഞ്ചേട്ടൻ ചെമ്പെടുത്ത് മാറ്റി തന്ന് ഞാനപ്പോഴേക്കും അടുപ്പത്ത് ചീനച്ചട്ടിയൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി കാത്തിരിക്കുകയാണ് അടുപ്പൊന്ന് ഒഴിയാൻ വേണ്ടിയിട്ട്. ഇനി അടുപ്പിലേക്ക് 2 നല്ല വിറക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേഗം കറി വെക്കാം. അപ്പം പഞ്ചേട്ടൻ പറഞ്ഞു ഏതായാലും ഞാൻ തന്നെ ചെയ്തു തരാം. അങ്ങനെ ചേട്ടൻ ഞാൻ ചീനച്ചട്ടി വെച്ചപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ഉള്ളിയും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇന്ന് വെയിറ്റിംഗ് ഒന്നുമില്ല. വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വെളുത്തുള്ളി വഴന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തീർക്കാനുള്ള പരിപാടി ആയതുകൊണ്ട് കേട്ടോ. അപ്പം ചേട്ടൻ വെളുത്തുള്ളി പെറുക്കിയിടുകയാണ്. ഞാൻ ചതച്ചത് ഓർമ്മയില്ല, അത് അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇട്ട് പോയിട്ടോ. പിന്നെ അത് അതിൽ നിന്ന് പെറുക്കിയെടുക്കേണ്ട ആവശ്യം വന്ന്. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ചേട്ടൻ തന്നെയായിട്ടൊന്ന് പാചകമൊക്കെ എന്താവോ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റിലൊക്കെ ആൾ വന്നിന്. അപ്പോൾ ഇങ്ങനെ സഹായിക്കാൻ ഇടയ്ക്കൊക്കെ ആൾ കയറി വരും കേട്ടോ. അല്ലെങ്കിൽ പണി കഴിഞ്ഞ് വന്നാലും ഒരു ക്ഷീണമാണ്. ഇന്ന് എന്തോ നെയ്ച്ചോറുണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇൻട്രസ്റ്റിൽ വന്നതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഇന്ന് എന്തായാലും രാത്രിയിലൊരു സഹായത്തിന് ആളായി. അല്ലെങ്കിൽ ഞാൻ ആ ചോറൊക്കെ വെച്ച് ഇങ്ങനെ സെറ്റായേനെ. ഉച്ചക്കത്തെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കൻ കൊണ്ടുവന്നുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പ്രയത്നമൊക്കെ നടത്തേണ്ടി വന്നത്. അപ്പം ചേട്ടാ അതാ ഉള്ളിയൊക്കെ ഇട്ട് ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ മസാലകളും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുക്കണം എന്തായാലും. അത് ഒരിട്ടാൽ ശരിയാവാത്തതുകൊണ്ടല്ല, കൂടെ നിന്നിട്ടുമ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ അത് അതിൻ്റേതായ അളവിലൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ഞാൻ ക്യാമറ ഓഫാക്കി എന്ന് വിചാരിച്ചിട്ടാട്ടോ അതിലേക്ക് ഇങ്ങനെ നോക്കണത്. പക്ഷേ ഞാൻ ക്യാമറ ഓഫാക്കിയിട്ടില്ല. അങ്ങനെ മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഞാൻ കഴുകിയിടുമ്പോൾ എന്നോട് പറയുന്നുണ്ട് ഞാൻ കഴുകിയിടൂലേന് അതൊക്കെ ഇത്രയും ചെയ്ത് എനിക്കിനിപ്പോൾ അത് കഴുകിയിടാനാണ് ഒരു പണി എന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ. പക്ഷേ ഞാൻ ഓർമ്മയുള്ളതൊക്കെ പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണേ. ഇനി ഒന്നും മറക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. നമ്മളെ ഡൈനിങ് ഹാളിൽ വിളിച്ചാട്ടെ ഗൈസ് ആ കാണുന്നത്. നമ്മുടെ വെള്ള ട്യൂബ് ലൈറ്റ് കേട് വന്നപ്പോൾ അനീഷേട്ടൻ ഒരു മഞ്ഞ കളർ ട്യൂബ് ലൈറ്റ് കൊണ്ടുവന്ന് ഇട്ടതാട്ടോ. അത് ഭയങ്കര മഞ്ഞ വെളിച്ചാണ്, അതിന് ഒരു സുഖമില്ല. എന്നാലും നല്ലൊരു ട്യൂബ് ലൈറ്റ് വാങ്ങിയിട്ട് അവിടെ ഇടണം. ഇപ്പം അത് നല്ല വെളിച്ചമുണ്ടെങ്കിലും ഒരു സുഖമില്ലാത്തൊരു കളറാട്ടോ. പക്ഷെ അടുക്കളയിൽ നല്ല വെള്ള ലൈറ്റും ഉണ്ട്. അപ്പോൾ അടുക്കളയിലുള്ള രാത്രിയത്തെ ഒരു വീഡിയോ എങ്ങനെയുണ്ട് എന്ന് കൂട്ടുകാരൊന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളെ വീഡിയോ എടുത്തു തരുന്ന ആൾ അബിയാണ്. ഇന്ന് കുറച്ച് നേരമൊക്കെ ആൾ വീഡിയോ എടുത്തു തരാനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ സമയമായാൽ നന്ദുമോളെ കൂട്ടി കൊണ്ടുവരാനൊക്കെ പോവണം. ആ സമയമാകുമ്പോഴേക്കും അവന് ഇവിടുന്ന് പോകും.
അല്ലെങ്കിൽ അച്ഛൻ പോവും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓന് കൈയും കാലും മുഖമൊക്കെ കഴുകി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും വീഡിയോ എടുക്കാണ്ട്, നീ ഇപ്പം പോവല്ലേ, 8 മണിയാകുമ്പോഴല്ലേ മോള് വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ അമ്മ ഞാൻ എടുത്തുതരാമെന്നൊക്കെ പറഞ്ഞ ആൾ വരിക കേട്ടോ. അതാ നേരത്തെ പറഞ്ഞ പോലെ ഓന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എന്ത് പറഞ്ഞാലും അനുസരിക്കും. അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിയൊക്കെ ഉഷാറായി വഴറ്റിയോണ്ടിരിക്കുക തന്നെയാണ് ആൾ. അപ്പോൾ അതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ മസാല കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം മുളക് പൊടി ഞാൻ കുറച്ചിട്ട് ചിക്കൻ മസാല കുറച്ചധികം ഇട്ട് കൊടുത്തിട്ടാ. ഇവിടെ എരിവിനോട് വലിയ താല്പര്യമില്ല മോനൊന്നും. അപ്പോൾ എന്നോട് എപ്പോഴും പറയും അമ്മ കറി ഉണ്ടാക്കുമ്പോൾ എരിവ് കുറച്ച് ഉണ്ടാക്കണേ പറയും. അതുകൊണ്ട് ഞാൻ മുളക് പൊടി കുറച്ചിട്ട് ചിക്കൻ മസാല കുറച്ച് കൂടുതൽ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷം. പിന്നെ കുറച്ച് പട്ട ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള ചിക്കൻ കറിയില്ലേ, അപ്പോൾ അതിലേക്ക് കുറച്ച് പട്ട ഇട്ട് കൊടുത്താൽ അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരും. ഒരു 2-3 ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ വെന്ത് വരുമ്പോൾ അടിപൊളിയാവും കേട്ടോ. ഞാൻ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി ഫ്രഷാക്കി വെച്ചതാണല്ലോ, അപ്പോൾ അത് ഒന്ന് വൃത്തിയാക്കിയതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ഇളക്കാനായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. ഇതും കൂടി ഒന്ന് വെന്ത് കിട്ടിയാൽ നമ്മളെ രാത്രിയത്തെ പണികളൊക്കെ കഴിഞ്ഞെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമ്മളെ കറിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കി കൊടുക്കണ ആളും അനീഷേട്ടൻ തന്നെ കേട്ടോ. ഇന്നെല്ലാം അനീഷേട്ടൻ തന്നെ, മസാല ഇട്ട് കൊടുക്കാൻ മാത്രം ഞാൻ. എന്നും ഇങ്ങനെ സഹായിക്കാൻ വന്നാൽ എന്തൊരു സുഖമല്ലേ. എന്നാലും വലിയ സുഖമൊന്നും വേണ്ട, എന്നും അവരും ജോലിയൊക്കെ കഴിഞ്ഞ് വരണമല്ലേ. എന്തായാലും ഞാനും കൂടി എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾ ഒറ്റയ്ക്കൊന്നല്ല അടുക്കളയിൽ വിട്ടത്, എൻ്റെ കൂടെ സഹായിക്കാൻ വന്നതാണ്. അപ്പം ഞാനും കൂടെ അങ്ങോട്ട് സഹായിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മളെ കറി ഒന്നിവിടെ സെറ്റാവട്ടെ, വേവട്ടെ, നല്ലോണം തിളച്ച് വേവട്ടെ. ബ്രോയിലറല്ലേ, വലിയ വേവൊന്നുമില്ല, എന്നാലും നല്ല വേവട്ടെ. നല്ല വിറക് വെച്ച് കൊടുത്തു. നമ്മൾ നെയ്ച്ചോറിലേക്കുള്ള അണ്ടി മുന്തിരി ഉള്ളിയൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് അടുക്കളയിൽ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഞാൻ ഒതുക്കി, പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കുറേ ഒതുക്കി വെച്ചിന്. ഇനിയും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടാകും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട്. അപ്പോൾ പിന്നെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് പ്ലേറ്റ് കഴുകാൻ. നെയ്യ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോവാൻ ഭയങ്കര പ്രയാസമല്ലേ. അപ്പോൾ ഇനി അങ്ങനെയുള്ള പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോഴേക്കും നമ്മളെ കറി ഇവിടെ തിളച്ച് ഉഷാറായി വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നായ്ക്കുട്ടികൾക്ക് വിശന്ന് തുടങ്ങി, ഏകദേശം അവർക്ക് ചോറ് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയാൽ ഒരു പിന്നെ തീരെ നിൽക്കില്ല കേട്ടോ. ഭയങ്കര വിശപ്പാണ് പാവങ്ങൾക്ക്. 8 മണി 8-10 ആകുമ്പോഴേക്കും ഞങ്ങൾ ചോറ് കൊടുത്ത് ശീലമായതുകൊണ്ടേ അവർക്കും ഭയങ്കര വിശപ്പാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് 1:30 ആകുമ്പോഴേക്കും ഓൾക്ക് ചോറ് കൊടുക്കും. അതുകൊണ്ട് അതൊരു ശീലമായി അവർക്ക്. അപ്പം ഞാൻ കറിയായപ്പം കറിയൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കേട്ടോ. ഇറക്കി വെച്ച് കുടിക്കാനുള്ള വെള്ളം അങ്ങോട്ട് അടുപ്പത്തേക്ക് മാറ്റി വെച്ച്. ചൂടുവെള്ളം എപ്പോഴും സ്റ്റോക്കാക്കി വെക്കും കേട്ടോ കുടിക്കാനായിട്ട്. മക്കളെ ഞാൻ പച്ചവെള്ളം കുടിക്കാനൊന്നും സമ്മതിക്കില്ല. എപ്പോഴും 2 ചെമ്പ് നിറയെ ഞാൻ ചൂടുവെള്ളം വെക്കും. ചോറ് വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ ചെമ്പിൽ ഞാൻ വെള്ളം വെച്ചിട്ട് അടുപ്പത്ത് വെക്കും. അത് ചൂടായി തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഞാൻ ചെറിയൊരു ചെമ്പിലും കൂടി വെള്ളം വെച്ചിട്ട് കത്തിക്കും. പക്ഷേ ചോറ് വെച്ചാൽ കണൽ തന്നെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് വല്ലാതെ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും ഒരു വിറകിട്ട് കൊടുക്കും. അങ്ങനെ 2 ചെമ്പ് ചൂടുവെള്ളം അവിടെ എപ്പോഴും സ്റ്റോക്കാവും. അപ്പോഴേക്കും നമ്മൾ നെയ്ച്ചോറൊക്കെ ഉഷാറായി ആവി കയറി സെറ്റായിന്. അപ്പോൾ എൻ്റെ ചേട്ടാ അതൊന്ന് ചിക്കി ചകഞ്ഞ് എടുക്കുന്നുണ്ട്. അതിലേക്ക് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. നമുക്കിന്ന് രാത്രിത്തേക്കുള്ള ഒരു സ്പെഷ്യൽ ഫുഡാണിത്. പ്രതീക്ഷിക്കാതൊരു സ്പെഷ്യൽ ഫുഡ് എന്ന് തന്നെ പറയാം. ഉച്ചയ്ക്ക് ഞാൻ ഞണ്ട് ഫ്രൈയും അയലക്കറിയും കയ്പ ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കിയതാണ്. പക്ഷേ അഞ്ചേട്ടൻ വരുമ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു. കാരണം എന്നും വൈകുന്നേരം വരുമ്പോഴാട്ടോ മീൻ കൊണ്ടുവരിക. ആ മീൻ കൊണ്ടുവരൽ ഒന്ന് ചിക്കനായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അത് രാത്രിയിൽ തന്നെ കറി വെക്കാമെന്ന് വിചാരിച്ച്, മക്കൾക്ക് ഇഷ്ടമാണല്ലോ. ഇനിയിപ്പോൾ അത് എടുത്ത് വെക്കേണ്ടതാണ് ചേട്ടാ, ഈ കറി വെച്ചോ, നമുക്ക് നെയ്ച്ചോറും ഉണ്ടാക്കാം. അങ്ങനെ നെയ്ച്ചോറും ചിക്കനും. അല്ലെങ്കിൽ നമ്മളിത് ഞായറാഴ്ച സ്പെഷ്യലായിട്ടൊക്കെ അല്ലേ നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് ഇതൊരു സ്പെഷ്യലായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത്. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പം നെയ്ച്ചോറൊക്കെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ചേട്ടൻ പിന്നെ എന്തെങ്കിലും പണി എടുക്കുകയാണെങ്കിൽ അത് അതിൻ്റേതായ ആ ഒരു നീറ്റ്നെസ്സിലൊക്കെ തന്നെ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ലൈക്കൊക്കെ അടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭരാത്രി. ടാറ്റാ, ബൈ.